ഞങ്ങൾ അസ്വസ്ഥരാണ് സുഹൃത്തുക്കളെ, ഞങ്ങൾ അസ്വസ്ഥരാണ്. ഞങ്ങൾ കേരളത്തെ ചാണക സംഘികൾ അസ്വസ്ഥരാണ്. അതിന്റെ കാരണം വേറെ ആരുമല്ല, ഉത്തരേന്ത്യയിലെ നമ്മളെക്കാൾ വലിയ ചാണക സംഘികളാണ് അതിന്റെ ഉത്തരവാദികൾ. നിങ്ങൾ അറിയുമോ, എന്റെയൊക്കെ ചെറുപ്പകാലത്തിൽ എന്റെ ഉള്ളി സുരേന്ദ്രേട്ടന്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും ഞാൻ കരുതാറുണ്ട് ഞങ്ങൾ കേരളത്തിലെ ചാണക സംഘികളാണ് ഏറ്റവും വലിയ പൊട്ടന്മാർ എന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെക്കാൾ വലിയ പൊട്ടന്മാർ ഉത്തരേന്ത്യയിലെ ചാണക സംഘികളാണെന്ന്. നമ്മൾ ഓരോ മുസ്ലിം പള്ളിയിലടിയിലും ശിവലിംഗം തപ്പി നടക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ എത്ര അതിവിദഗ്ധമായിട്ടാണ് ശിവലിംഗത്തിന്റെ പേരിൽ മുസ്ലിം പള്ളികൾ തകർത്തുകൊണ്ടിരുന്നത് ഉത്തരേന്ത്യയിൽ. അപ്പോഴതാ അവിടെ നിന്നും നമ്മുടെ കേരളത്തിലേക്ക് ഒരു വീഡിയോ വന്നിട്ട് നമ്മൾ ഓരോ ശിവലിംഗത്തിന് വേണ്ടിയിട്ടും പള്ളികൾ തകർക്കുമ്പോൾ ഒരു മൊണ്ണ സ്വാമി, നമ്മളൊരു മൊണ്ണ സംഘി സ്വാമി ആ ശിവലിംഗത്തിന്റെ മുകളിൽ കാലും വെച്ച് അതിന്റെ മുകളിൽ പാലും ഒഴിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഈ വീഡിയോ വന്നതിന് ശേഷം നമ്മൾ ചാണക സംഖ്യകൾക്ക് ഇരിക്കപ്പുറതിയുണ്ട് സുഹൃത്തുക്കളെ, ഇരിക്കപ്പുറതിയുണ്ട്. നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കാണാം. മൈ ഗോഡ്, അവരെ കെട്ടിപ്പിടിച്ച് ശിവലിംഗത്തിന്റെ മുകളിൽ കാലെടുത്ത് വെപ്പിക്കാൻ കുറെ സംഘി ചാണകങ്ങൾ, ഉത്തമകുല സംഘി ചാണകികളെല്ലാം കൂടിയിരുന്നിട്ട് നമ്മളെ നാറ്റിക്കുകയാണ് സുഹൃത്തുക്കളെ, നമ്മളെ നാറ്റിക്കുകയാണ്. ആ മൊണ്ണ സ്വാമിയുടെ മുഖം കണ്ടാൽ തന്നെ കണ്ണുമുറിയെ രണ്ട് കൊടുക്കാൻ തോന്നില്ലേ നമുക്ക്? നമ്മൾ സംഘി ചാണകങ്ങൾ തോന്നും. ഇപ്പൊ മറ്റുള്ള നല്ലവരായി ഹിന്ദു ഭക്തന്മാർക്ക് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. നല്ലവരായി ഹിന്ദു ഭക്തന്മാരെങ്ങാനും ആ മൊണ്ണ സ്വാമി അവരുടെ കയ്യിലെങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരച്ച് 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 ഓന്റെ തൊലി അങ്ങ് കളഞ്ഞേനെ നല്ലവരായ ഹിന്ദുക്കൾ. നമ്മൾ ചാണകങ്ങൾ ആയതുകൊണ്ട് ജീവനോടെ ആ മൊണ്ണ അവിടെ നിൽക്കുന്നു. അതൊക്കെ പോട്ടെ, അടുത്ത വീഡിയോ കണ്ടു എന്റെ കണ്ണ് നിറയിച്ച അടുത്ത വീഡിയോ നിങ്ങൾ കാണും സുഹൃത്തുക്കൾ. ഇതൊക്കെ എങ്ങനെ കേരളത്തിൽ എത്തുന്നു? മൈ ഗോഡ്, വീണ്ടും മൈ ഗോഡ്. എന്താ ഗണപതി തമ്പാക്കു അടിച്ചു കൊടുക്കുന്നു, അപ്പുറത്തെ ശിവൻ, അതാ ശിവന് കൂടെ ശിവനെന്തോ അതിവിദഗ്ധമായിട്ട് മാണ്ടാന്ന് പറഞ്ഞു ശിവനെ സംബന്ധം തിരിഞ്ഞ് വീഡിയോ എടുക്കുന്നുണ്ട്, ഗണപതിക്ക് തിരിഞ്ഞിട്ടില്ല. ഇതൊക്കെ സംഖ്യകളെ കൊണ്ടേ ഇതൊക്കെ പറ്റുവട്ടാ. ഒരു ഹിന്ദു ഭക്തന്, യഥാർത്ഥ ഹിന്ദുവിന് ഇതുപോലൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ ഇങ്ങ് വരികയാണ് സുഹൃത്തുക്കളെ. ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ ചാട്ടുളി പോലെ നമ്മൾ ഹൃദയത്തിലേക്ക് കൊള്ളാൻ വേണ്ടി കേരളത്തിലോട്ട് വരികയാണ്. ഈ ഉത്തരേന്ത്യയിലെ തീട്ട ചാണകങ്ങളെ കൊണ്ട് കേരളത്തിലെ നമ്മളെപ്പോലെ നല്ലവരായ ചാണകങ്ങൾക്ക് ഒന്ന് സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയുന്നില്ല. തന്തക്ക് വിളിയാണ്, ഓരോ സംഖ്യയുടെയും തന്തക്ക് വിളിയാണ്. നല്ലവരായ ഹിന്ദുക്കൾ ഇരുന്ന് തന്തക്ക് വിളിക്കുകയാണ് സുഹൃത്തുക്കളെ. അതൊക്കെ വീണ്ടും പോട്ടെ, ഈ തന്തയില്ലായ്മയൊക്കെ കണ്ടിട്ട് ഇവിടെയുള്ള ക്രിസ്ത്യാനികളടക്കം തിരിച്ചടി തരാൻ തുടങ്ങി സുഹൃത്തുക്കളെ. നമ്മൾ സംഘികളുടെ ഉള്ളിലിരിപ്പ് തിരിഞ്ഞു. സംഘികളുടെ ഉള്ളിലിരിപ്പ് പോട്ടെ, കാസയുടെ ഉള്ളിലിരിപ്പ് വരെ നമ്മുടെ ഇവിടത്തെ നല്ലവരായ ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞു. ആ അപകടം നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. നമുക്ക് അതിന്റെ ഒരു വീഡിയോ കാണാം. മുനമ്പം വിഷയം ഒരു ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നമായിട്ട് കൂടി അവതരിപ്പിച്ചു. ഈ അവതരിപ്പിച്ചതാരാണ്? ചില സംഘപരിവാർ ശക്തികളാണ്. അവർ കൃത്യമായ അജണ്ടയുണ്ട്. അവരുടെ ചൂണ്ടയിൽ ഈ സഭാ നേതൃത്വം വീണുപോയി, ACBC അതിൽ വീണുപോയി. ഈ സംഘപരിവാറിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ ഒരു വിദ്വേഷ ചിന്തയുണ്ട്. അതിൻ്റെ അകത്ത് ഈ ആഭ്യന്തര ശത്രുക്കളുടെ ഗണത്തിലാണ് ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെ പെടുത്തിയിരിക്കുന്നത്. അതാണ് വിചാരധാര. മുസ്ലിം വിദ്വേഷം അജണ്ടയാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനം, ഖാസ പോലെയുള്ള പ്രസ്ഥാനം ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഓരോ മലബാർ സഭയുടെ വ്യക്താവ് പറഞ്ഞു ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്, ഞങ്ങൾ ഇത്രയും കരുതിയിരുന്നില്ല. പക്ഷേ അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും ബുദ്ധിയില്ലാത്തവരൊന്നും അല്ല നമ്മൾ ആരും. ചർച്ച് ബോർഡ് ബില്ല് വന്നാൽ, ഇതേ നിയമങ്ങൾ ഇതേ ക്ലോസുകൾ വെച്ച ഒരു ബില്ല് വന്നാൽ ഇതാക്കുമാർക്ക് പിന്നെ നോ പറയാൻ പറ്റുമോ? അപ്പോൾ സഭയ്ക്ക് ചരിത്രത്തിൽ ധാരാളം പിഴവുകൾ പറ്റിയിട്ടുണ്ട്, എല്ലാ കാലഘട്ടത്തിലും പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ മുസ്ലിം മത ധ്രുവീകരണം ഇവിടെ നടന്നു കഴിഞ്ഞു. നമ്മുടെ എല്ലാ ചാണക പദ്ധതികളും ക്രിസ്ത്യാനികൾ മനസ്സിലാക്കി സുഹൃത്തുക്കളെ. നമ്മൾ കടിയിട്ടുന്നത് പോട്ടെ സുഹൃത്തുക്കളെ, നമ്മുടെ സഹോദര സ്ഥാപനമായ കാസക്കും നല്ല അടി കുണ്ടിക്ക് കിട്ടും കേട്ട. കെവിൻ പീറ്റർക്കും PC ജോർജിനും ഷോൺ ജോർജിനും നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല. പള്ളിയിൽ അച്ഛന്മാർ ലോഹയടക്കാട്ടിട്ടായിരിക്കും അടിക്കുക. എല്ലാത്തിൻ്റെയും കുണ്ടിക്ക് പാള വെക്കേണ്ട അവസ്ഥയിലാണ് സുഹൃത്തുക്കൾ നമ്മൾ ഈ പോകുന്നത്. പക്ഷെ ഈ പള്ളിയിലച്ഛൻ ഈ ഡയലോഗ് നമ്മുടെ സ്വന്തം സ്ഥലമായ UP-യിലോ ഗുജറാത്തിലോ മറ്റും വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പള്ളിയിലച്ഛനെ ലോഹയടക്കം കൊണ്ടിട്ട് ഞാൻ ക്രിസ്ത്യൻ പള്ളി മുതൽ ചാണക കൊണ്ടുവരെ ഓടച്ചിട്ട് തല്ലിയാനെ. സംഘീകാല വിപരീത ബുദ്ധി വരണം മിസ്റ്റർ പള്ളിയിലച്ഛൻ. അയ്യോ, എന്റെ ഉള്ളിലെ ഉത്തരേന്ത്യ സംഘി ഉണർന്നു. ഇതാരും കേട്ടില്ലല്ലോ, ഇത് റെക്കോർഡൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ? എന്നാ പിന്നെ ശരി.